2026 BJP കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്ന് അമിത്ഷാ പറയുമ്പോൾ ആ ഒരു പടി കടക്കാൻ ഒരുപാട് കടമ്പകളില്ലേ? വെറും വാക്ക് പറയുവാണോ? അല്ല, അമിത്ഷായെ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരാളല്ല. ഇത് ഇന്ന് പത്രങ്ങളുടെയൊക്കെ ഒരു വലിയ തലക്കെട്ട് തന്നെയാണ്. 2026 കേരളത്തിൽ BJP അധികാരത്തിൽ എത്തും. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. മുമ്പ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് 2031 കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നുള്ള രീതിയിലായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ മാറി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് കേരളത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ കയ്യടി വാങ്ങാൻ വേണ്ടിയൊന്നും പറഞ്ഞതൊന്നും അല്ല. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്ത് വരികൾക്കിടയിലൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. 2026 എങ്ങനെ അധികാരത്തിൽ വരും? നിയമസഭയിൽ ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ല. പാർലമെൻറ്റിലേക്കുള്ളത് ലോക്സഭയിൽ ഒരു സീറ്റാണ് ഉള്ളത്. കേരളത്തിൽ ഈ ന്യൂനപക്ഷ സമുദായമായുള്ള ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്നുണ്ട്. ക്രൈസ്തവ മുഖം തന്നെ BJPയിൽ ഉണ്ട്. ഇപ്പോൾ 2014 BJP നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ എതിർകക്ഷികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അത്ര എന്തായിരുന്നു? ഹിന്ദുത്വ രാഷ്ട്രം, മോദിയുടെ BJP എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഹിന്ദുമത പാർട്ടി അല്ലെ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ മത തീവ്രവാദ പാർട്ടി RSSന്റെ ഇത് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു BJP. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി പറഞ്ഞ് പരത്തി എടുത്തതാണെന്ന്. 2014 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വിചാരിച്ചത് BJP അധികാരത്തിൽ നിന്ന് പോകും, കോൺഗ്രസ് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരുമെന്നാണ്. 2019 സകല കോൺഗ്രസ്സുകാർക്ക് പോലും പ്രതീക്ഷ കൈവിട്ടത്. കോൺഗ്രസ്സുകാർ സകല പ്രതീക്ഷയും കൈവിട്ട് അവസാനം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡൽഹിക്ക് പോയവരും ഡൽഹിയിലുള്ളവരും ഒക്കെ തിരിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറിയല്ലോ. AK ആന്റണി എന്താ പായം തുറത്ത് കെട്ടി ഇങ്ങ് പോകുന്നത്? AK ആന്റണിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയായിട്ടിരിക്കണമെന്നുള്ളത്. ആ മോഹം ഇനി നടക്കത്തില്ല. ആ മോഹം പൊലിഞ്ഞാണ് വീണ്ടും ഇങ്ങ് കേരളത്തിൽ വന്നിരിക്കുന്നത്. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞാണ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവെന്നുള്ള രീതി ചമഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇവിടുന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു പോയത്. പോയ വണ്ടിക്ക് തന്നെ തിരിച്ചിങ്ങ് പോരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് രക്ഷയില്ല എന്നവർക്കൊക്കെ മനസ്സിലായി. ഇനി കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് താല്പര്യം. എന്തെങ്കിലും ഒരു കുറച്ച് നാളെങ്ങാനും ചിലപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഇടം കേരളത്തിൽ കിട്ടും. പക്ഷേ കുറേ കൂടെ കഴിയുമ്പോൾ അതില്ലാതാകും. അവിടെയും നമുക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് സാർ പറയുവാണെങ്കിൽ കേരളത്തിൽ BJP കടക്കാൻ കുറേ കടമ്പകൾ അവർ കടന്നിട്ടാണ് ഒരു താമരെങ്കിലും വിരിയിക്കാൻ സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു BJPയിലോട്ട് വന്നു ചേരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിൽ പോലും ഇപ്പോൾ ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയ നേതൃനിരയിൽ BJPയുടെ നേതൃനിരയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു. പക്ഷേ പണ്ടൊക്കെ ഇടയലേഖനങ്ങൾ വായിച്ചും അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാർ പറയുന്നത് കേൾക്കാൻ അന്ന് അണികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. യുവതലമുറ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഹാൻഡിൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്തകൾ നന്നായിട്ട് നോക്കുന്നതും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നവരൊക്കെയാണ് ഇന്നത്തെ തലമുറ എന്നുള്ളത്. അപ്പോൾ എത്രമാത്രം ഈ സഭാധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതൃനിരയിലുള്ളവരെ വിശ്വസിച്ച് BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട്? അത് കേരളത്തിൽ കുറച്ച് പാടല്ലേ? കാരണം സാക്ഷരത കേരളമാണ്. കുറച്ച് മലയാളികൾ എന്ന് പറയുന്ന കുറച്ചുകൂടെ രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണുന്നവരാണ്. അവിടെ ഒരു മതത്തിൻ്റെ പേരിലല്ല, അപ്പുറം രാഷ്ട്രീയ പേരിലും കൂടെ കാണുന്നവരാണ്. അപ്പം അതിൽ എത്രമാത്രം BJP ജയിക്കാൻ സാധ്യതയുണ്ട്? ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാം. ഇപ്പോൾ നമ്മൾ നോക്കണം, കോൺഗ്രസിനകത്ത് തരൂര് ഇടഞ്ഞു നിൽക്കുകയാണ്. തരൂരിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടില്ല. തരൂരൊട്ട് പുറത്തും പോയിട്ടില്ല. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു. അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും നിശിതമായി വിമർശിക്കുന്നു. ലണ്ടൻ സർവകലാശാലയിൽ പോയി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖറും അമിത്ഷായും ശശി തരൂരും ഒരു കൂട്ടുകെട്ടായി നിന്നുകൊണ്ട്
ചില കാര്യങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശ ചിത്രം വരും. അതായത് 2026 ഏത് മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കിട്ടും. അങ്ങനെ വരുമ്പോൾ മറ്റ് ചില മുന്നണികളിൽ നിന്നൊക്കെ ഘടകകക്ഷികൾ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ മുന്നണികളെ ഒക്കെ തന്നെ, ആ മുന്നണി വിട്ടുവരുന്ന ഘടകകക്ഷികളെ ഒക്കെ തന്നെ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കും. ഇപ്പോൾ തന്നെ LDFിൽ നോക്കുക. LDFിന് ഇപ്പോൾ ഒരു തുടർഭരണ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമിത്ഷാ ഇവിടെ വന്നപ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പോപ്പുലർ ഫണ്ടുകാരെ ഇവിടെ മുഴുവൻ വളർത്തിയത് കേരളത്തിൽ ഈ 2 മുന്നണികളാണ്. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, എക്സാലോജിക്ക്, ലൈഫ് മിഷന്, K-ഫോണ്, PPE കിറ്റ് എന്നിങ്ങനെ 100 കണക്കിന് അഴിമതിയുടെ പട്ടികയുണ്ട് കേരളത്തിൽ എന്ന് അമിത്ഷാ പറയുമ്പോൾ BJPയും CPMും തമ്മിലുള്ള ഒരു അന്തർധാരയും ഇല്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി, ഇതൊക്കെ കേന്ദ്രം നന്നായി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളുടെ കാര്യവും അവിടുത്തെ അഴിമതിയും ചെറിയ കാര്യങ്ങളും ഒരുപക്ഷെ കേന്ദ്രത്തിന് നോക്കാൻ സാധിച്ചില്ലെങ്കിലും കേരളത്തിൽ ഒരു പക്ഷേ ഇതെല്ലാം കേന്ദ്രം നന്നായി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ അമിത്ഷാ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞത്? അതെ, അത് വീക്ഷിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ ഇവർക്ക് ശക്തമായ ഇടതുപക്ഷത്തിന് തിരിച്ചടി കൊടുക്കും എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ LDFിലുള്ള ചില ഘടകകക്ഷികൾ പ്രധാനമായിട്ടും ഇപ്പോൾ CPI അങ്ങ് മാറ്റി നിർത്തുക, അവരവിടം വിട്ടു വരില്ല, CPMൻ്റെ നിഴലിൽ നിൽക്കും. കേരള കോൺഗ്രസ്, ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ്, അതാണ് കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രബലമായ വിഭാഗം. അവർ മുന്നണി വിട്ടു വരാനുള്ള സാധ്യത ഉണ്ട്. UDFിനെ, കാരണം ഈ ശശി തരൂർ ഇതിനിടയ്ക്ക് കോൺഗ്രസിനെ ഒരുപക്ഷെ പിളർത്തിക്കൊണ്ടുവരാൻ ഉള്ള നീക്കമുണ്ട്. അത് അമിത്ഷായുടെയൊക്കെ ഒരു കൂട്ടുകെട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതനുസരിച്ച് തരൂർ പോവുകയാണ്. അങ്ങനെ കോൺഗ്രസിനെ പിളർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് 26 കോൺഗ്രസിന് UDFിന് അധികാരത്തിൽ വരിക എന്നുള്ളത് അല്പം പ്രയാസമായി തീരും. 2 മുന്നണികളിൽ നിന്നും ഘടകകക്ഷികൾ ഇങ്ങോട്ടേക്ക് ചേക്കേറുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ 2026 ഒന്നുകിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് സഭയിൽ BJP ഉണ്ടാകും, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാതെ BJP ഇവിടെ വലിയ മുന്നേറ്റം കുറിക്കുകയും ചെയ്യും. അപ്പോൾ തൂക്ക് സഭയിലേക്ക് പോകാൻ ആ ഒരു തന്ത്രം കൂടി അമിത്ഷാ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അമിത്ഷായുടെ വലിയ തന്ത്രം തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പ്രാദേശിക പാർട്ടികളെ ഒക്കെ തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസിൽ തന്നെ പലതുണ്ട്. ജോസ് കെ മാണി വിഭാഗമുണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ഗണേഷ് കുമാർ ഉണ്ട്, പിന്നെ NCP ഉണ്ട്, RJD ഉണ്ട്. ഇങ്ങനെ 2 മുന്നണികളിലുമുണ്ട്. അവിടെയും ഉണ്ട് കേരള കോൺഗ്രസ്, RSP ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ BJP ചേർത്ത് നിർത്തി NDA മുന്നണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ ചിത്രമായിരിക്കും ഇനിയും തെളിയാൻ പോകുന്നത്. അതിൻ്റെ സൂചന വെച്ചുകൊണ്ട് തന്നെയാണ് 2026 കേരളത്തിൽ BJP അധികാരത്തിലെത്തും എന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായുടെ വാക്കത് വാക്കാണ്, വെറും വാക്കല്ല.